ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബീഫ് എങ്ങനെയാണ് ടേസ്റ്റിൽ ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കുക എന്നുള്ള. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, ഹോട്ടലുകളിൽ കൂടി കിട്ടൂല എന്ന് ഞാൻ പറയും, സത്യം. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്കും കൂടി അടിക്കണം. പിന്നെ ഈ ബെല്ലൈക്കൺ കൂടി അടിച്ചൊന്ന് പൊടിച്ചാൽ ഞാൻ പിന്നെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിന് എടുത്തത് 1 കിലോ ബീഫ്, 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തത്. പിന്നെ അതേപോലെ അവിടെ ഇവിടെ കുറച്ച് നെയ്യിൻ്റെ ഇതും കൂടി ഉണ്ട് കേട്ടോ, ഈ പീസിൻ്റെ ഈ ഇറച്ചിൻ്റെ പൊടി. അപ്പം മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയ കൂട് വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞെടുത്തത്, പിന്നെ ഇത്രയും ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് നമുക്കിനാവശ്യമായി വേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയെല്ലാം വേണം, അത് ലാസ്റ്റ്. അപ്പോൾ ഉള്ളി ഇതേപോലെയാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് ഇതുപോലെ കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് ഉള്ളി മുറിച്ചാൽ കറിക്ക് കട്ടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതുപോലെ. ഈ ഒരു ടെക്നിക്ക് അധികം ആൾക്കാർക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഇനി ബീഫ് ഉണ്ടാക്കുമ്പോൾ, ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഉള്ളി കട്ട് ചെയ്താൽ നിങ്ങൾക്ക് കറിക്ക് നല്ല കട്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 5 പച്ചമുളക് നടുക കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പിന്നെ ഉണ്ടാക്കുന്നതിന് മുന്നേയും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, സംശയം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. പിന്നെ അതിന് ശേഷം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ചിലർ മിക്സിയിൽ ചതച്ചെടുക്കും. മിക്സിയിൽ നിങ്ങൾ ഒരിക്കലും ഇറച്ചി കറി വെക്കുമ്പോൾ എന്താക്കരുത്, മിക്സിയിൽ ചതച്ചെടുക്കരുത്. മിക്സിയിൽ ചതച്ചെടുക്കുമ്പോൾ നമുക്കൊരു ഇറച്ചീൻ്റെ നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇഞ്ചി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ പിന്നെ നമ്മളെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടതിൻ്റെ മേലെ ഇതേപോലെ ഇറച്ചി കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുടുംബ ഗ്രൂപ്പിലെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് മുളക് പൊടി. ഞാൻ കുറച്ച് എരിവെല്ലാം കൂടുതൽ വേണ്ടിയ കൊണ്ട്, കറിയും കൂടുതൽ വേണ്ടിയ കൊണ്ട് 2 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടുന്നത് അധികം പൊടിയാത്ത ഈ ഒരു തരിതരിപ്പിൽ പൊടിച്ചെടുത്ത കുരുമുളക് ഞാൻ ഇട്ടത് 1 ടീസ്പൂണ് അളവിനാണ് ഇട്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം, അധികം വെള്ളമൊന്നും അപ്പാട് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും നമ്മളിതിങ്ങനെ പെരക്കിയെടുക്കുമ്പോൾ നമ്മളെ കൈൻ്റെ കൂടി ഒരു ടേസ്റ്റ്, കൈക്കോണമെന്ന് പറയും പണ്ടുള്ളവർ, അതും കൂടി കിട്ടും. അപ്പോൾ എന്നിട്ട് കുക്കറൊന്ന് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 6 വിസിലടിപ്പിക്കുക. ചില കുക്കറിന് ചിലപ്പോൾ വിസിലടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ 6 എന്നുള്ള 7 പോകും. അത് ഇറച്ചീൻ്റെ വേവിനനുസരിച്ചിട്ടും കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി ഇല്ലെങ്കിൽ ഒന്നും കൂടി ആക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 6 വിസിലാണ് അടിപ്പിച്ചത്. അതിന് ശേഷം കുക്കറൊന്ന് തുറക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒന്ന് കൂടുതലുണ്ടെന്ന് തോന്നിയാൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുമ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു കറിയായി വന്നിട്ടുണ്ട്. എല്ലാം പാകമാണ് കേട്ടോ. ഉപ്പ്, മുളക് എല്ലാം എനിക്കെന്ന് പറഞ്ഞാൽ ഒരു സുമാർ അളവിനാണ് ഞാൻ മുളക് പിന്നെ ഉപ്പെല്ലാം ഇടുക. എന്നാലോ അത് പാകമായിട്ടാണ് വരിക. അതിന് ശേഷം ഇതൊന്നും അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാൻ
അടുപ്പിൽ വെച്ച് ഈ അടുപ്പിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതലിട്ടോ. കറിവേപ്പില നല്ല ടേസ്റ്റും പിന്നെ അതേപോലെ നമ്മളെ ശരീരത്തിനെല്ലാം നല്ലതല്ലേ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുത്തോ. എന്നിട്ടൊന്ന് കറിവേപ്പില ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇറച്ചിൻ്റെ ഈ കുക്കറിലേക്ക് എന്താക്കുക, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഈ തീയൊന്ന് പിന്നെ ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഇറച്ചിക്കറീൻ്റെ ടെക്നിക്ക്. ഇതിൽ മസാലപ്പൊടികളോ ഇങ്ങനത്തെ ഒരു സംഭവവും നമ്മൾ ചേർക്കുന്നില്ല. പക്ഷെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, കൂടുതൽ കറിയും ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഈ ഇറച്ചിക്കറീൻ്റെ പരിപാടി. ഇത് ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി ഒന്ന് കളറായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ പിന്നെ ക്യാമറേൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നോർത്ത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.